പ്രിയമുള്ളവരെ, നാളത്തെ മഗ്‌രിബ് വാങ്കോടെ കയറി വരുന്നത് പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 9 താസുആയിൻ്റെ രാവാണ്. നാളത്തെ രാവിൽ നമ്മൾ ഓർത്ത് ചെയ്യേണ്ട 3 കാര്യങ്ങളുണ്ട്. അത് നിർബന്ധമായിട്ട് നമുക്ക് മുടങ്ങാൻ പാടില്ല. അതോടൊപ്പം പരിശുദ്ധമാക്കപ്പെട്ട മുഹറം 9 നോമ്പ്, താസുആ നോമ്പ് പിടിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ആളുകൾ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ നമ്മുടെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഒരു ലോക ആഫിയത്തും ബറക്കത്തും നമുക്കെല്ലാം പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ച് ദുആയിൽ ഓർക്കാൻ ചേർക്കാൻ പറഞ്ഞവർ എല്ലാവർക്കും അല്ലാഹു ഖൈർ നൽകട്ടെ. കമൻറ്റിൽ വന്ന് സന്തോഷം പറയുന്ന, ഖൽബ് നിറച്ച് ദുആ ചെയ്യുന്ന എല്ലാവർക്കും ബറക്കത്ത് നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, പോരിശയാക്കപ്പെട്ട മുഹറം മാസത്തിൻ്റെ താസുആ മുഹറം 9 അതിൻ്റെ രാവാണ് നാളത്തെ മഗ്‌രിബ് വാങ്കോടെ. നാളെ ബുധനാഴ്ച അസ്തമാന ശോഭയോടെ കയറി വരുന്നത് താസുആയിൻ്റെ രാവാണ്, മുഹറം 9 രാവാണ്. നമുക്കൊരുപാട് നന്മകൾ ആ പരിശുദ്ധമായ രാവിലൂടെ നേടിയെടുക്കാൻ പറ്റും. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകാം. മുഹറം 9 താസുആയിൻ്റെ രാവിൻ്റെ മഹത്വം ഒരാൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് മുഹറം 10 മഹത്വം ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് റെഡിയാകാൻ പറ്റിയ അല്ലെങ്കിൽ അത് സ്വായത്തമാക്കാൻ പറ്റിയ നന്മകളൊന്ന് നോക്കാം. 10 ദിവസങ്ങൾ മഹത്തുക്കളായ ഉലമാക്കൾ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ വലിയ ബഹുമാനമുള്ള ദിവസമാണ്. അതെന്താ? ഒന്ന്, പരിശുദ്ധമാക്കപ്പെട്ട ദുൽഹിജ്ജയുടെ ആദ്യ 10 ദിവസങ്ങൾ വലിയ പോരിശയാണ്. മറ്റൊന്ന് നെക്സ്റ്റ് വൺ പരിശുദ്ധമായ റമളാനിൻ്റെ ലാസ്റ്റ് 10, അവസാനത്തെ 10 അറിയാലോ. മൂന്നാമത്തത് മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ 10. ഈ 3 10കളും വലിയ പ്രാധാന്യമുള്ളതാണ്. മഹത്വത്തിൽ ഭയങ്കരമായ മഹത്വമാണ്. ഈ മഹത്വങ്ങൾ വിശ്വാസികളായ നമുക്ക് പ്രിയപ്പെട്ടവരെ നേടിയെടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് മുഹറം മാസത്തിലെ 10 ദിവസങ്ങളിൽ 9, 10 ഏറ്റവും പരിഗണിക്കേണ്ടത്. അതിൽ നമ്മുടെ മുന്നിൽ വരാൻ പോകുന്നത് മുഹറം 9 വ്യാഴാഴ്ച പകൽ, ബുധനാഴ്ച അസ്തമിച്ച രാത്രി, ഇതാണ് രാവ്, വ്യാഴാഴ്ച പകൽ. ഈ മുഹറം 9, 10 അതിന് താസുആ എന്ന് പറയും. മുഹറം 9 9ാമത്തെ ദിവസം താസുആ. ആശൂറ മുഹറം 10 വെള്ളിയാഴ്ച. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രഗൽഭമായി വരുന്നത് നോമ്പാണ്. 1 മുതൽ 10 വരെ നോമ്പ് സുന്നത്താണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് എടുക്കുന്നുണ്ട്. ഔറസൽ ഫിർദൗസൽ അഅല എന്നാണ്. മുഹറം 10 ദിവസം നോമ്പ് ഒരാൾ പിടിച്ചാൽ അള്ളാഹു അതിന് പകരമായി കൊടുക്കുന്നത് ഉന്നതമായ ജന്നത്തുൽ ഫിർദൗസാണ്. സ്വർഗത്തിൻ്റെ ഏറ്റവും ഉയർന്ന റേഞ്ചാണ്. അത് അള്ളാഹു കൊടുക്കുമെന്നാണ്. വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ ഈ 10 ദിവസം നോമ്പ് സുന്നത്താണ്. അതിൽ ഏറ്റവും എഫക്റ്റീവായ നോമ്പ് സുന്നത്തായി വരുന്നത് 9, 10 2 ദിവസം. അത് വ്യാഴം വെള്ളി. അപ്പോൾ അതിൽ പ്രിയപ്പെട്ടവരെ തീർച്ചയായും മുഹറം 10 നോമ്പ് സുന്നത്താണ്. ആ നോമ്പ് കാലങ്ങളായിട്ട് മുസ്ലിം ഉമ്മത്ത് അനുഷ്ഠിക്കുന്ന നോമ്പായിരുന്നു. ഇന്നും വരെയും തുടങ്ങിയ നോമ്പല്ല, ഈ ഉമ്മത്തിന് മാത്രമുള്ള നോമ്പല്ല. ആ നോമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുഹറം 10 നോമ്പുകാരനായി മദീനയിൽ വരുമ്പോൾ മദീനയിലുള്ള ജൂതന്മാർ, ക്രിസ്ത്യാനികൾ അവർക്കൊക്കെ നോമ്പാണ്. എന്താ കാരണം ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇന്ന് മുഹറം 10 ഞങ്ങളുടെ ഇതാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഫിറോവ ചക്രവർത്തിയിൽ നിന്നും അള്ളാഹു രക്ഷപ്പെടുത്തിയ ദിവസമാണ്. അതിൽ ശുക്റായിക്കൊണ്ട് ഞങ്ങൾ നോമ്പൊടിച്ചിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നെഹ്നു ഹഖു, ഞങ്ങളാണ് മൂസ നബിയുടെ ഏറ്റവും ബന്ധപ്പെട്ടത്. കാരണം കൃത്യമായി റൂട്ടിൽ പോകുന്ന നമ്മളാണല്ലോ. അപ്പോൾ അവർക്ക് നോമ്പ് മുഹറം 10 ഉള്ളത് കൊണ്ട് അവരോട് എല്ലാ നിലക്കും എതിരാവുക എന്ന് പറയുന്ന ഇബാദത്തിൽ ഒരു നിലക്കും അവരുമായി ബന്ധപ്പെട്ട ഒന്നിലും നമുക്കൊരു ചേർച്ച പാടില്ല. ഒരുമിച്ച് അങ്ങനെ ആകാൻ പാടില്ല. അതുകൊണ്ട് തീർച്ചയായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഖാലിഫുൽ യഹൂദ വസൂമു അത്താസിഅ വൽ ആശിറ. ഇപ്പോഴാണ് മനസ്സിലായത് ജൂതന്മാർ നോമ്പൊടിക്കുന്നുണ്ട് മുഹറം 10. അതുകൊണ്ട് മുഹറം 10 മാത്രം നമ്മൾ നോമ്പൊടിച്ചാൽ ജൂതന്മാരോട് സാദൃശ്യമായി. ഒന്ന് ആലോചിച്ച് നോക്കി, പരിശുദ്ധമായ ദീനിൻ്റെ ഒരു കാഴ്ചപ്പാട് ഇല്ലേ? ഇന്ന് ഇതര മതസ്ഥരായ നമ്മുടെ സഹോദര സമുദായം നമ്മളെല്ലാ മാനുഷിക പരിഗണനയും കൊടുക്കേണ്ട, മനുഷ്യത്വപരമായി ബഹുമാനിക്കേണ്ട, ആദരിക്കേണ്ട, സ്നേഹിക്കേണ്ട, സഹായിക്കേണ്ട നമ്മുടെ അയൽവാസികളും നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ വിവിധ മക്കളെപ്പോലെ ജീവിക്കുന്ന ഓരോ മതസ്ഥരും അവർ അവരവരുടെ മതത്തിൻ്റെ ആദർശങ്ങളും ആചാരങ്ങളും സംസ്കാരങ്ങളും അതനുസരിച്ച് അവരവരുടെ മതത്തിനോട് കൂറുള്ളവരായി ആത്മാർത്ഥതയുള്ളവരായി മുന്നേറണം. അതാണ് നമ്മുടെ ആഗ്രഹം. ഏതെങ്കിലും ഒരു ഹൈന്ദവൻ
നമ്മുടെ ആചാരങ്ങൾ കടമെടുക്കണമെന്ന് ഒരിക്കലും ഒരു ആത്മാർത്ഥ വിശ്വാസി ആഗ്രഹിക്കില്ല. ഒരു ഹൈന്ദവനും ഞങ്ങളെപ്പോലെ മുസ്ലിമുകളും ഞങ്ങളുടെ ആചാരണം ചെയ്യണമെന്ന് ആഗ്രഹിക്കില്ല. കാരണം അതെല്ലാം വിശ്വാസമുള്ളവനും യഥാർത്ഥമായ അർപ്പണബോധമുള്ളവർക്കും ചെയ്യാനുള്ള, ചുമ്മാ ഒരു കാട്ടിക്കൂട്ടിൽ അഭിനയിക്കാനുള്ളതല്ലല്ലോ മതത്തിൻ്റെ സംസ്കാരങ്ങളും വിശ്വാസങ്ങളും ആചാരങ്ങളും. അതുകൊണ്ട് തന്നെ ഓരോ മതവും വേർതിരിയുന്നത് അവരുടെ ആചാരങ്ങളും വിശ്വാസങ്ങളും അനുസരിച്ചാണ്. ഇന്ന് ഖൗമിന് യാതൊരു നോട്ടമല്ല, ഇന്നങ്ങോട്ട് കൂടി കുഴയാണ്. അത് ഉമ്മത്തിന് പറ്റില്ല. എല്ലാ സ്നേഹമുണ്ട്, ആദരവുണ്ട്, പരസ്പരം സ്വന്തം ശരീരത്തെ പോലെ കാണുന്ന എല്ലാം ശരിയാണ്. പക്ഷേ ആചാരാനുഷ്ഠാനങ്ങളിൽ വിശ്വാസ കാര്യങ്ങളിൽ ആകെ കൂടിക്കുഴയ്ക്കുക എന്ന് പറയുന്നത് മുസ്ലിം ഉമ്മത്തിന് പറ്റില്ല. അത് ഈമാനില്ലാത്തവർക്ക് പിന്നെ എന്തോ ആകാമല്ലോ. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഇവിടെ കണ്ടില്ലേ, ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് മുഹറം 9 താസുആ നോമ്പ് ശറഇൽ ദീനിൽ വന്നതിൻ്റെ കാരണം നമ്മൾ അറിയേണ്ടത്. മുഹറം 10 വലിയ പോരിശയാണ്, വലിയ ബഹുമാനമുള്ള ദിവസമാണ്, എല്ലാം ഓക്കെ ആണെന്ന് നോമ്പ് സുന്നത്താണ്. ഓക്കെ, എന്തിന് മുഹറം 9 നോമ്പ് സുന്നത്തായി ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? സാധാരണ ഓണവും ക്രിസ്മസൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എന്തെല്ലാം തർക്കങ്ങളാണ് നടക്കുന്നത്, എന്താ കുഴപ്പമെന്നൊക്കെ ചോദിച്ച് എന്താ ബഹളം നമ്മൾ നടത്തുന്നത്. ഓരോരുത്തരും അവരവരുടെ ആചാരാനുഷ്ഠാനങ്ങളിൽ ബഹുമാനിക്കും, നമ്മളും ആദരിക്കണം, അതിനെ റെസ്പെക്റ്റ് ചെയ്യണം, അതിന് മോശമാക്കാൻ പാടില്ല. പക്ഷേ നമ്മളുടെ മതത്തിൻ്റെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട് മനോഹരമായി എല്ലാവരോടും സന്തോഷത്തോടെ പെരുമാറും. അതാ വേണ്ടത്. അപ്പോൾ തീർച്ചയായും എന്തുകൊണ്ടാണ് മുഹറം 9 നോമ്പ് വന്നത്, അത് പറഞ്ഞപ്പോൾ കുറച്ച് ലോങ്ങായിപ്പോയി. എന്തുകൊണ്ടാണ് മുഹറം 9 നോമ്പ് വന്നത്, ശറയിൽ വന്നത് എന്തുകൊണ്ടാണ്? ഖാലിഫുൽ യഹൂദ്, നിങ്ങൾ ജൂതന്മാരോട് എതിരായിരിക്കണം. ജൂതന്മാർ ഏറ്റവും മോശക്കാരല്ലേ ജൂതന്മാർ? അത് പച്ചയായിട്ട് ലോകത്തുള്ള മുഴുവൻ മത അനുയായികളും കണ്ടില്ലേ, മതമില്ലാത്തവരും കണ്ടില്ലേ അവരുടെ ക്രൂരത, ഇസ്രായേലിൻ്റെ അക്രമങ്ങളൊക്കെ കണ്ടില്ലേ പ്രിയപ്പെട്ടവർ? പച്ചയായ കുഞ്ഞുകുട്ടികളെയൊക്കെ എത്രയേറെ നിഷ്ഠൂരമാണ് അവർ അക്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഏതായിരുന്നാലും സന്ധിയില്ലാ സമരം, ഖാലിഫുൽ യഹൂദ്, ജൂതന്മാരോട് നിങ്ങൾ എതിരാകണം. ഒരിക്കലും അവരോട് തശബ്ബുഹ് വരാൻ പാടില്ല, യോജിപ്പ് വരാൻ പാടില്ല. കർമ്മങ്ങളിൽ, ഇബാദത്തുകളിൽ അവർ ഷർട്ടിട്ടു എന്നറിയാം, നമ്മൾ ഷർട്ടിടാൻ പാടില്ല എന്നല്ല പറയുന്നത്. നമ്മുടെ കർമ്മങ്ങളിൽ ഒരിക്കലും യോജിച്ചു വരാൻ പാടില്ല, ആ ഒരു ആചാരങ്ങളിലേക്ക് ചായാൻ പാടില്ല. അവർക്ക് മുഹറം 10 നോമ്പാണെങ്കിൽ ഇനി മുതൽ മുഹറം 9 നിങ്ങൾ നോമ്പെടുക്കണം. അത്താസിഅ വൽ അശറ, 9 10 നോമ്പെടുത്തോളൂ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ല ഇൻ ബഖൈതു ഇലാ ഖാബിലിൻ ലസുമന്ന താസിഅ, മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീത്താണ്. അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരുന്നാൽ മുഹറം 10 മാത്രമല്ല 9 കൂടെ നോമ്പെടുക്കുന്ന ഒരു ശൈലി ഞാൻ തുടരുകയാണ് എന്ന് തീരുമാനിച്ചു. പക്ഷേ അതിനു മുമ്പ് അവിടെ നിന്ന് വഫാത്തായിപ്പോയി, മുഹറമിൽ വഫാത്തായി. അവിടെ നിന്ന് റബീഉൽ അവ്വൽ വഫാത്തായിപ്പോയി. അടുത്ത മുഹറമിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ അവിടെ നിന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുഷ്ഠിക്കാൻ കൊതിച്ച നമ്മുടെ ആദർശത്തിൻ്റെ ഒരു നോമ്പാണ് മുഹറം 9. മുഹറം 10 ഓൾറെഡി നോമ്പുണ്ട്, 9 നമ്മുടെ ആദർശ വിശുദ്ധിയുടെ നോമ്പാണ്. അത് പവർ കൂടിയ നോമ്പ് തന്നെയാണ്. അത് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിടിക്കാൻ പറ്റാതെ പോയ ആ നോമ്പ് പ്രിയപ്പെട്ടവരെ, ഉമ്മത്തുകളായ സാധുക്കളായി നമ്മൾ അനുഷ്ഠിക്കും. അത് ആവേശത്തോടെ, ചുമ്മാ നോമ്പ് പിടിച്ചതുകൊണ്ട് മാത്രമല്ല, എല്ലാം ജൂതന്മാരുമായി സകലതും ബഹിഷ്കരിക്കുന്ന, അവരുടെ പ്രൊഡക്റ്റുകൾ പോലും ബഹിഷ്കരിക്കുന്ന ഇടപാട്, ഖാലിഫുൽ യഹൂദ്, മൊത്തം എതിരായിരിക്കണം എന്ന് കരുതിയിട്ട് ഒരാളെ അകാരണമായി ആക്രമിക്കാനോ ചുമ്മാ തോണ്ടാനോ പോലും പാടില്ല. ഖുർആൻ അനുവദിക്കില്ല കേട്ടോ, ഇല്ല, അക്രമം ഇല്ല അതിനകത്ത്. ക്രമം മാത്രമേ ഉള്ളൂ, സ്നേഹം മാത്രമേ ഉള്ളൂ, ക്ഷമ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, തീർച്ചയായിട്ടും മുഹറം 9 നമ്മുടെ ആദർശ വിശുദ്ധിയുടെ പരിശുദ്ധമാക്കപ്പെട്ട നോമ്പാണ്. ആ നോമ്പ് നമ്മൾ സന്തോഷത്തോടുകൂടെ ഏറ്റെടുക്കുക. നോമ്പിൽ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളുണ്ട്. 2 പ്രധാനപ്പെട്ട 3 നിയ്യത്തുകൾ കയറി വരുന്നുണ്ട്, അത് ആപേക്ഷികമാണ്. ഒന്ന്, വ്യാഴാഴ്ചയല്ലേ നോമ്പ് വരുന്നത്, അപ്പോൾ അൽഹംദുലില്ലാ നാളെ ബുധനാഴ്ച മഗ്‌രിബിന് ശേഷം നമ്മൾ വ്യാഴാഴ്ചയ്ക്ക് വേണ്ടി നോമ്പിന് നിയ്യത്ത് വെക്കുക. ഒന്ന്, മുഹറം 9 താസുആ നോമ്പ് നാളെ എടുക്കാൻ വേണ്ടി കരുതിയിരിക്കുന്നു അല്ലാഹ്, നിയ്യത്ത് വെക്കുക. അതോടൊപ്പം പരിശുദ്ധമായ വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് അതും എടുക്കാൻ വേണ്ടി പ്രത്യേകം കരുതിയിരിക്കുന്നു അല്ലാഹ്. മുഹറം 1 മുതൽ 10 വരെ നോമ്പ് സുന്നത്തുണ്ടല്ലോ, അപ്പോൾ 9 നോമ്പ് സുന്നത്തുണ്ട്. അപ്പോൾ മുഹറം 9 സുന്നത്തായി വരുന്ന നോമ്പെടുക്കാൻ അതും ഞാൻ കരുതിയിരിക്കുന്നു റബ്ബേ. നിയ്യത്തിൻ്റെ എണ്ണ അനുസരിച്ച് പ്രതിഫലം കൂടിക്കൊണ്ടിരിക്കുക. അടുത്തൊരു നിയ്യത്തോട് ചേർത്തി കൊടുക്കുക. ഏത്? നോമ്പ് ഖളാ ഉണ്ടെങ്കിൽ, ഒരാൾക്ക് നോമ്പ് ഖളാ ആയി നഷ്ടപ്പെട്ടു പോയിട്ട് റമദാനിൽ ഇഷ്ടംപോലെ ഉണ്ടാകുമല്ലോ, ഒരു നോമ്പ് ഞാൻ നാളെ ഖളാ വീട്ടാൻ കരുതിയെന്ന് ചേർത്തി കൊടുക്കുക. അപ്പോൾ ഒരുപാട് വമ്പൻ പ്രതിഫലമായി. ശ്രദ്ധിച്ചു കൊടുക്കുക. ഇനി ആ രാവിലെ ശ്രദ്ധിക്കേണ്ട കാര്യം, നാളത്തെ രാവിലെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ? എല്ലാ ദിവസവും ചെല്ലേണ്ട
അതായത് മുഹറം 10 വരെ ഇനി നമ്മൾ ചൊല്ലിയിരിക്കേണ്ട ദുആ ഇന്നലെ നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ആ ദുആ. അല്ലാഹുമ്മ ഇന്നക ഖദീമുൻ വഹാദൽ ആമു ജദീദുൻ ഖദ് അഖ്ബൽ വസനത്തുൻ ജദീദത്തുൻ ഖദ് അഖ്ബലത് നസ്അലുക മിൻ ഖൈരിഹാ വനഊദു ബിക മിൻ ശർരിഹാ വനസ്തഗ്ഫീക ഫവാതഹാ വസുഗലഹാ ഫർസുഖ്നൽ ഇസ്മത മിനശ് ശൈത്വാനിർ റജീം. اللهم إنك صلت علينا عدوا بصيرا بعيوبنا ومطلعا على عوراتنا من بين أيدينا ومن خلفنا وعن أيماننا وعن شمائلنا يرانا هو وقبيله من حيث لا نراه. اللهم آيسه منا كما آيسته من رحمتك وقنته منا كما قنته من عفوك وباعد بيننا وبينه كما حلت بين وبين مغفرتك إنك قادر على ذلك وأنت الفعال لما تريد. صلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. ഈ ഒരു ദുആ അത് മറക്കാതെ ഒരു വട്ടം അല്ലെങ്കിൽ 3 വട്ടമെങ്കിലും നമ്മൾ ചൊല്ലണം. അൽഹംദുലില്ലാ, അത് ചൊല്ലണം. ശേഷം നോമ്പിൻ്റെ നിയ്യത്ത് മറക്കാതെ വെക്കണം. എത്രയ്ക്ക് ആഡ് ചെയ്യാനുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കണം. മൂന്നാമത്തെ കാര്യം ദുആ ചെയ്യണം. മുഹറം 9 ഒരു പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിലെ സുന്നത്തായ നോമ്പിൻ്റെ രാവല്ലേ, നമ്മുടെ ആദർശ വിശുദ്ധിയുടെ നോമ്പിൻ്റെ ഒരു മഹത്വമുള്ള നോമ്പിൻ്റെ രാവാണ്. ആ രാവിൽ നമ്മൾ ദുആ ചെയ്യണം അള്ളാഹുവിനോട്. കഴിവിൻ്റെ പരമാവധി നമ്മൾ അതിനു വേണ്ടി ഒരുങ്ങണം. മുഹറം 9 നോമ്പ് തുറന്നതിന് ശേഷം, അതായത് വ്യാഴാഴ്ച നമ്മൾ നോമ്പ് തുറന്നാൽ കയറി വരുന്നത് മുഹറം 10 രാവല്ലേ, ആശുറായിൻ്റെ രാവാണ്. അപ്പോൾ അന്നത്തെ നോമ്പ് തുറ മുതൽ അന്നത്തെ രാവും പിറ്റേ ദിവസം പകൽ, നോമ്പില്ലാത്തവർക്ക് പകലൊക്കെ ഭക്ഷണം ലാവിശായിട്ട് കൊടുക്കാൻ, മക്കൾക്കൊക്കെ കൊടുക്കാനൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കണം. അതൊക്കെ പ്രത്യേകം ഇതിൻ്റെ ഒരു ഭാഗമാണ്. മുഹറം 9 നോമ്പ് തുറന്നത് മുതൽ വ്യാഴാഴ്ച മഗ്രിബ് മുതൽ വെള്ളിയാഴ്ച മഗ്രിബ് വരെ, നോമ്പ് തുറക്കുന്നത് വരെ, നോമ്പ് തുറക്കാന്ന് പറഞ്ഞാൽ ഫുഡ് വരെ നമുക്ക് വിശാലതയുടെ ഭാഗമാണ്. അതൊക്കെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചു കൊടുക്കാം. മറന്നു പോകരുത്. ഇത് ഒരു ലൈഫ് ടൈം മുഴുവൻ ലാഭമാണ് ഈ കച്ചവടം. ഓർക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം കൃത്യമായിട്ട് അറിഞ്ഞ് ചെയ്യാൻ. പ്രത്യേകിച്ച് ഡെയിലി ചെല്ലേണ്ട ദുആ, ഇനി അങ്ങോട്ട് ചെയ്യേണ്ട ദുആ നമ്മൾ ഓർത്ത് ചൊല്ലണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ ഖൈറും ബറക്കത്തും, അള്ളാഹു നൽകുന്ന എല്ലാ നിഅമത്തും നമുക്ക് സ്വായത്തമാക്കാനും എല്ലാ ശർറ് മുസീബാത്തുകളിൽ നിന്നും കാവൽ ലഭിക്കാനും അള്ളാഹിൻ്റെ സഹായം നമുക്ക് തുറന്നു നൽകട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തത്തോടെ ജീവിച്ച് പൊരുത്തത്തോടെ മരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമ്മുടെ ക്ലാസ് കേൾക്കുന്ന ദുആ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും അള്ളാഹു ബറക്കത്ത് നൽകട്ടെ. എല്ലാവരുടെ പ്രയാസം അള്ളാഹു മാറ്റി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അടുത്ത നമ്മുടെ അപ്ഡേറ്റഡ് ആയൊരു ക്ലാസ്സുമായിട്ട് ഇൻഷാ അല്ലാഹ് നാളെ കണ്ടുമുട്ടാം. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.